കെ സ്മാർട്ട് ഇതിനെല്ലാം അപ്പുറം കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓഫീസിൽ പോയി സമയം കളയേണ്ട എന്നുള്ളതാണ്. അത്ര ഫാസ്റ്റായി അതിവേഗത്തിൽ നമ്മുടെ അപേക്ഷകൾക്ക് തീർപ്പുണ്ടാകാൻ പോകുന്ന നിലയിലേക്ക് എല്ലാ സ്ഥലങ്ങളും, എല്ലാ പഞ്ചായത്തുകളും, മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ മാറാൻ പോകുന്നു എന്ന തദ്ദേശ ഭരണ വകുപ്പിൻ്റെ വളരെ സുപ്രധാനമായൊരു മാറ്റം, ഒരു അഭിമാനം, അതേക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു ഇതേക്കുറിച്ച് വളരെ ഗൗരവമായി വിദഗ്ധമായി അല്ലേ ഡോക്ടർ സന്തോഷ് ബാബു എത്തും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എത്തിയിട്ടുണ്ട്, നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇൻഫർമേഷൻ കേരള മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ് ശരത് ആൻഡ് മിസ് വിനിഷ. റൈറ്റ്. എങ്ങനെയുണ്ട്? ഇന്നൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ? കുറേ നാളത്തെ വലിയ പരിശ്രമം ഒരു വലിയ മാറ്റത്തിലേക്ക്. അതെ, ആക്ച്വലി ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിൻ്റെയും നമ്മുടെ LSTD മിനിസ്റ്ററുടെയും വി രാജേഷ് സാറിൻ്റെയും ഒരു മാൻഡേറ്റ് എന്ന് വെച്ചാൽ ജനങ്ങൾ ഓഫീസിൽ വരരുത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം ചെയ്യുക. അതിനനുസരിച്ചാണ് ഇൻഫർമേഷൻ കേരള മിഷൻ കെ സ്മാർട്ട് നമ്മൾ വിന്യസിക്കുന്നത് 1/1/2024 മുനിസിപ്പാലിറ്റീസും കോർപ്പറേഷൻസ്. 93 അർബൻ ലോക്കൽ ബോഡീസിൽ ലാസ്റ്റ് 1 year 3 months ആയിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുക. അത് പണ്ട് ബിൽഡിംഗ് പെർമിറ്റ്സിന് 3 സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇപ്പോൾ ആ ഒറ്റ സോഫ്റ്റ്വെയറിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് EDCR റൂൾ എഞ്ചിൻ, ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കൺട്രോൾ റൂൾസ്, പിന്നെ GIS റൂൾ എഞ്ചിൻ രണ്ടും കൊണ്ടുവന്നുകൊണ്ട് ഓൾമോസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 3 seconds കൊടുക്കാൻ പറ്റും. ഏറ്റവും കൂടിയത് മാക്സിമം 10 seconds നമുക്കിന്ന് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ്സ് കൊടുക്കാൻ പറ്റും. സോ അതൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് മാസങ്ങളോളം എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ്സിനുള്ളിൽ കൊടുക്കുന്നത്. അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജിൽ നമ്മൾ വീഡിയോ KYC, നമ്മുടെ ആൾക്കാരൊക്കെ പല സ്റ്റേറ്റ്സിലും പല കൺട്രീസിലുമാണ് ജീവിക്കുന്നത്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഭാര്യയും ഭർത്താവും പല ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് ഇരിക്കുമ്പോൾ മാരേജിന് തിരിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാൻ തിരിച്ച് രജിസ്ട്രാറിന് മുന്നിൽ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. വീഡിയോ KYC ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിൽ എവിടെ ഇരിക്കാം, 3 പേരും 3 ഇടത്തിരുന്ന് 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പല മോഡ്യൂൾസ്, 14 മോഡ്യൂൾസാണ് നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ശരത് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. നമ്മൾ 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് 14 ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് വിന്യസിക്കുകയാണ്. വലിയൊരു ദിവസമാണ് കേരളത്തിന്. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ LSTD മിനിസ്റ്ററും വിചാരിച്ച പോലെ, അവർ ഡ്രീം ചെയ്ത പോലെ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ടീമും ഞങ്ങളുടെ ഫുൾ ടീം. ഈ സർവീസ് വിനിഷ എല്ലാവരും ചോദിക്കുന്ന ഒരു ആപ്പാണല്ലോ, വളരെ പ്രധാനപ്പെട്ട നില. ഇത് ഒട്ടും ബ്രേക്ക് ആവാതെ ഈ സർവീസ് നമുക്ക് വളരെ സ്മൂത്തായി നൽകാൻ കഴിയും വിധത്തിലേക്ക് പെർഫെക്റ്റ് ഫിറ്റായോ നിങ്ങളുടെ ഒരു? അബ്സല്യൂട്ട്ലി. ഇത് നമുക്കിപ്പം 1/1/2024 ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസൊക്കെ സോൾവ് ആയി. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് 38 ലക്ഷം ബിൽഡിങ്സ് ആയിരുന്നു അന്ന് ഈ അർബൻ ലോക്കൽ ബോഡീസിൽ. അതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട റെക്കോർഡ്സ് 200 കോടി റെക്കോർഡ്സ് ആയിരുന്നു. പക്ഷേ നമ്മളിപ്പം തദ്ദേശത്തേക്ക് വരുമ്പോൾ, അതായത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 112 ലക്ഷം ബിൽഡിങ്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഇറ്റ്സ് എ ലാർജ് വോളിയം ഓഫ് ഡേറ്റ. ഇപ്പോൾ വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ എന്ന് പറയുന്ന പോലെ പണ്ടത്തെ ആ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ എല്ലാ വിധത്തിലും സജ്ജമായിട്ടുണ്ട്. സെക്യൂരിറ്റി വൈസും സജ്ജമായിട്ടുണ്ട്. ഒരു പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇനി നെക്സ്റ്റ് 15 days ഒരു ക്ലോസ് സ്ക്രൂട്ടിനി ആൻഡ് മോണിറ്ററിങ് കാണും. റാപ്പിഡ് റെസ്പോൺസ് ടീംസ് എല്ലാം ഇൻ പ്ലേസ് ആണ്. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. ഈ ILGMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് അത്ര ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അവർക്കൊരു ട്രാൻസിഷൻ ടു അഡ്വാൻസ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. മൈക്രോ സർവീസസ് ആർക്കിടെക്ചറും ഡിവോപ്സ് ടെക്നോളജിയൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, അങ്ങനത്തെ കുറച്ച് എമേർജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. So we expect it to be very seamless. Okay, Vinisha. ഇതിൻ്റെ ഈ അത് ചോദിക്കാൻ വരികയായിരുന്നു. കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് കൂടെ ഈ ആപ്പിൻ്റെ ഉപയോഗം വരുമ്പോൾ അത് ഏറ്റവും സാധാരണ മനുഷ്യരിലേക്കാണ് എത്തുന്നത്. ചിലപ്പോൾ ഈ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത മനുഷ്യന്മാർക്ക് കൂടി മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ച് ഇതിൻ്റെ സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് അത് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ്, എന്തൊക്കെ സാധ്യതകളാണ്, എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ഇത് സ്മാർട്ട് ഫോൺ ഉള്ള ആർക്കും ഇത് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡിലും iOSലും ഡൗൺലോഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നമ്മുടെ ആധാറും അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്.
നമുക്ക് ഡിജി കേരളം എന്ന് പറഞ്ഞിട്ട് ലിറ്ററസി മൂവ്മെൻറ്റ് നമ്മുടെ എം പി രാജേഷ് സർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഓരോ വീട്ടിലെ ആൾക്കും മിനിമം ഒരാൾക്കെങ്കിലും ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാക്കുന്ന രീതിയിലും ആ മൂവ്മെൻറ്റും പാരലായിട്ട് നടന്നുകൊണ്ട് ഈ ഒരു ഡിഫിക്കൽട്ടി വരത്തില്ല. സാധാരണ ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു UX ആണ് ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ടീമുണ്ട്, അതുകൊണ്ട് സജ്ജമാണ്. റൈറ്റ്. ഇതിനകത്ത് എന്തൊക്കെ സേവനങ്ങളാണ് സാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സോ നമുക്ക് ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ അകത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ഫയൽ മൂവ്മെൻറ്റ് ഓൺലൈനാണ്. അത് ഈ ഓഫീസിലും പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ വിപുലമായിട്ടുള്ള ഫയൽ മൂവ്മെൻറ്റ് ഉണ്ട്. അതിലൂടെ ഫൈനാൻസ് ഉണ്ട്, HRMS ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇതിലൂടെ മീറ്റിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകേണ്ട കാര്യമില്ല, മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ അടയ്ക്കാൻ പറ്റുന്നതാണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർട്ടി ടാക്സ് അസസ് ചെയ്യാനും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ബിൽഡിംഗ് പെർമിറ്റ് 70% ഓഫ് ദ ബിൽഡിങ്സ് ആർ ബിലോ 3,300 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ആ ബിൽഡിങ്സിനെല്ലാം നമ്മളൊരു 3 to 5 സെക്കൻഡ്സുക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റ് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമതുള്ളത് പബ്ലിക് ഗ്രീവൻസ് ആണ്. നാലാമത് ബിസിനസ് ഫെസിലിറ്റേഷൻ. സോ നമ്മൾ കേരളം നമ്പർ 1 ആയില്ലേ, അതിന് ഒരു കാരണം ഇതാണ്. നമ്മൾക്ക് ഇഫ്റ്റോസ് ലൈസൻസസ് വളരെ എളുപ്പം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ കുറേ മോഡ്യൂൾസാണ് ഇതിൽ. നമുക്ക് ഫോർ എക്സാമ്പിൾ പബ്ലിക് ഗ്രീവൻസ്, മാസ് പെറ്റീഷനിങ് ഇല്ലായിരുന്നു, ഇപ്പോൾ മാസ് പെറ്റീഷനിങ്ങും പോസിബിളാണ്. ആരും അനോണിമസ് ആയിട്ട് പെറ്റീഷൻ അയക്കാൻ പറ്റത്തില്ല, അവരുടെ മൊബൈലിൽ നിന്ന് യോജിച്ച് അയക്കാൻ പറ്റും മാസ് പെറ്റീഷനിങ്. സോ പല മോഡ്യൂൾസ് ചേർന്ന് 14 മോഡ്യൂൾസ് ഉള്ള ഒരു ആപ്പാണിത്. സോ അതുകൊണ്ട് തദ്ദേശത്തെ ഏത് കാര്യത്തിനും കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഒരു പേപ്പറിൻ്റെ ആവശ്യമില്ല, ഒരു പേപ്പർ കൊണ്ട് കൊടുക്കേണ്ടേയും കാര്യമില്ല, ഒരു ഗവൺമെൻറ് ഓഫീസിലും ചെല്ലേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിലും നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട് ഓഫീസ് ഈ മൊബൈൽ ഫോണിൻ്റെ ഫേസാണ്. ഓണറബിൾ ചീഫ് മിനിസ്റ്ററും LSGD മിനിസ്റ്ററും നമ്മുടെ ഗവൺമെൻറ്റും പറയുന്നത് ആരും ഗവൺമെൻറ് ഓഫീസ് പോകരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. അവരുടെ സമയം എന്തിനാണ് പാഴാക്കുന്നത്? അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നത്. സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. അതിന് കൂടെ നമ്മൾ വാതിൽപ്പടി സേവനം ചെയ്യാനുള്ള പ്രേക്ഷകന്റെ ഒരു സംശയമാണ്. അതെ, പ്രേക്ഷകന്റെ സംശയമാണ്. രജീഷ് PM എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, K-സ്മാർട്ടിൽ ഷോപ്പിന്റെ ലൈസൻസുകൾ പുതുക്കാൻ പറ്റുമോ, തൊഴിൽ നികുതി അടയ്ക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം. അബ്സല്യൂട്ട്ലി. അതാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ് ഫെസിലിറ്റേഷൻ മോഡ്യൂളുണ്ട്. എല്ലാ ലൈസൻസസും ഓൾമോസ്റ്റ് 21 ലൈസൻസ് ഇൻക്ലൂഡിങ് പെറ്റ് ലൈസൻസ് ഇതെല്ലാം ഇതുവഴി ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അടച്ചാലേ ഈ ലൈസൻസ് കിട്ടുള്ളൂ. ഇത് 2-3 മിനിറ്റിനകം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് ടാക്സും ഇതിലൂടെ അടയ്ക്കാമല്ലോ. അബ്സല്യൂട്ട്ലി. ആ ബിൽഡിംഗ് പ്രോപ്പർട്ടി ഇപ്പം ഈ ഇഫ്റ്റോസ് ലൈസൻസ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഷോപ്പിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ, റിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടച്ചിട്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ബിൽഡിംഗ് പെർമിറ്റുകൾ K-സ്മാർട്ടിൽ അപേക്ഷിച്ചാൽ ഉടൻ ലഭിക്കുന്നു. അതിനപ്പുറമാണെങ്കിൽ നമ്മൾ ഓഫീസുമായി തന്നെ അതെ ഇല്ല, അതും ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലാണ് വരയ്ക്കുന്നത്. നമ്മളൊരു 20,000 എഞ്ചിനീയേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലുടനീളം. അവരാണ് വരയ്ക്കുന്നത്. നമ്മുടെ വീട് ഉണ്ടാക്കുന്നത് നമ്മളല്ല വരയ്ക്കുന്നത്, എഞ്ചിനീയേഴ്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ എഞ്ചിനീയേഴ്സിനെല്ലാം അവരുടെ അസോസിയേഷൻസിനെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ അവർ വരച്ച് അവർ കറക്റ്റായിട്ട് അകത്തേക്ക് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ 3rd സെക്കൻഡ് ഈ 300 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള ബിൽഡിങ്സ് കിട്ടും. അതിന് മേലെയുള്ളത് 3 ഘട്ടമായിട്ട് ഓവർസിയർ, എഞ്ചിനീയർ ആൻഡ് സെക്രട്ടറി കണ്ട് അപ്രൂവ് ചെയ്യണം. അത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പബ്ലിക് സർവീസ് ആണല്ലോ ഇതിലൂടെ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ തരത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ജനന സർട്ടിഫിക്കറ്റ് ഒരാൾ അപേക്ഷിച്ചാൽ ആൾക്ക് എപ്പോൾ അത് തിരികെ കിട്ടും, ഏതാണ്ട് എത്ര സമയമെടുക്കും, അതുപോലെ തന്നെ ഓരോന്നിനും ഈ പെർമിറ്റിൻ്റെ കാര്യത്തിൽ എത്ര സമയമെടുക്കും, മാരേജ് സർട്ടിഫിക്കറ്റ് എത്ര സമയമെടുക്കും, ഇത് ഇപ്പോൾ ഒരു ട്രയൽ റൺ നടന്നല്ലോ, ആ ഒരു ബേസിസിൽ ഒരു അനുഭവം പറയാമോ? അതായത് കേരളത്തിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റിന് 6 മിനിറ്റ് 45 സെക്കൻഡ് എടുത്തത്. പിന്നെ വേറൊരു ട്രിവാൻഡ്രം കോർപ്പറേഷനിലാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിന് 8 മിനിറ്റും 24 സെക്കൻഡും എടുത്തത്. മാരേജ് സർട്ടിഫിക്കറ്റ് ഗുരുവായൂരിൽ നമുക്കറിയാം ഇഷ്ടംപോലെ മാരേജസ് നടക്കുന്നതാണ്. അവിടെ 24 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഡേറ്റ ലാസ്റ്റ് 1 ഇയറിൻ്റെ ഡേറ്റ നോക്കുമ്പോൾ, 1 ഇയർ 33 മന്ത്സിൻ്റെ ഡേറ്റ നോക്കുമ്പം ഓൾമോസ്റ്റ് 35 ലക്ഷം ഫയൽസാണ് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ട്രാൻസാക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 50%, 50% കൂടുതൽ 24 മണിക്കൂറിനുള്ളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിലുള്ള 6% ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സാണ്.
പിന്നെ 15% ഹോളിഡേയ്സിലാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് സർവൻസ് എത്ര സ്തുത്യർഹമായിട്ട് അത് കൈകാര്യം ചെയ്തെന്ന് ആലോചിച്ച് നോക്കും. ഇതിന് കൂടെ നമ്മളിപ്പോൾ ഒരു ആപ്പും കൂടെ കൊണ്ടുവരുന്നുണ്ട്, എംപ്ലോയി ആപ്പ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ അത് ബൂട്ട് ചെയ്തൊന്നും കയറേണ്ട കാര്യമില്ല. അവർക്ക് ബസ്സിൽ പോകുമ്പോഴും ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴൊക്കെ അവർക്ക് ഫയൽസും മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം വളരെ ഷോർട്ട് ഡ്യൂറേഷനാണ്. അപ്പം ബിൽഡിംഗ് പെർമിറ്റ്സ് ഞാൻ പറയുന്നത് 3 സെക്കൻഡാണ്. ഞങ്ങളുടെ ടീം പറയുന്നത് അങ്ങനെ പറയരുത് സർ, 10 സെക്കൻഡിനുള്ളിൽ എന്ന് പറയും. ബിക്കോസ് സംടൈംസ് എടുക്കും. മാരേജ് സർട്ടിഫിക്കറ്റ്സ് വിത്തിൻ 10 minutes, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് വിത്തിൻ 10 to 15 minutes, മാരേജ് സർട്ടിഫിക്കറ്റ്സ് 25 to 30 minutes. അപ്പോൾ എല്ലാം നമ്മൾ ഈ സിറ്റിസൺസ് ചാർട്ടറിൽ നിന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അതിൽ 7 ദിവസമാണ് ഈ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 7 ദിവസം, ചില കാര്യങ്ങൾക്ക് 15 ദിവസമൊക്കെ. ഇതൊക്കെ നമ്മൾ സെക്കൻഡ്സ് ആൻഡ് മിനിറ്റ്സിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതെ, ദിവസങ്ങൾ മാറി സെക്കൻഡ്സിലേക്ക് മാറുകയാണ്. ഒരു കാര്യം, ഈ വിവാഹം വീഡിയോ KYC-യിലൂടെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അത് രാജ്യത്ത് തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു അല്ലേ? ആബ്സല്യൂട്ട്ലി. അത് നമ്മളുടെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്തത്. ഞങ്ങളുടെ ടീമുണ്ട്, ഡൊമെയിനും ഉണ്ട്, ഡെവലപ്മെൻറ്റ് ടീമും ഉണ്ട്. അപ്പോൾ ഡൊമെയിൻ ടീം എപ്പോഴും പറയുന്നത് ഈ ആൾക്കാരെല്ലാം വെളിയിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് അത്രയും പണച്ചെലവും സമയ ചെലവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ആ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ വീഡിയോ KYC എന്ന കൺസെപ്റ്റിലേക്ക് പോയത്. വളരെ വളരെ ഈസി ആയിട്ട് എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. മൊബൈൽ ആപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ലാപ്ടോപ്പിലോ എവിടെയും പോകേണ്ട കാര്യമില്ല. രജിസ്ട്രാർസ് എല്ലാം ഫുള്ളി ട്രെയിൻഡ് ആണ്. സോ ഇത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീഡിയോ കോളിൽ വന്ന് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അവർ ഹസ്ബൻഡ് ഒരു സ്ഥലത്ത് ഇരുന്ന് എപ്പോഴും വേണം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്ത്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഇൻപുട്ട് ചെയ്ത്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇൻപുട്ട് ചെയ്യാനുണ്ട്. അതേപോലെ വൈഫും പാരലായിട്ട് ഒരുമിച്ച് ചെയ്യണമെന്നില്ല, ഒരുമിച്ച് ചെയ്താൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടും. അവരും വേറൊരു സമയത്ത് അവരും അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് രണ്ടും നേരെ ലോഗിനിൽ വരുന്ന ആരുടെയാണ്? നമ്മുടെ സെക്രട്ടറി, രജിസ്ട്രാറിൻ്റെ ലോഗിനിൽ വരുമ്പോൾ അദ്ദേഹം ഇത് രണ്ടും ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മറ്റത് നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി അവരവരുടെ കൺസേൺ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ വന്ന് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കണം. ആ ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ ലീവ് എടുത്ത് ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വരേണ്ടതായിട്ട് വരും. ആ സിസ്റ്റമേ മാറുകയാണ് അല്ലേ കംപ്ലീറ്റ്ലി. ഇപ്പോൾ 21,000 സർട്ടിഫിക്കറ്റ്സ് ആണ് അങ്ങനെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇതിനോട് ലാസ്റ്റ് 1 year 3 months. അതെ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് കല്യാണം കഴിക്കാനും താല്പര്യം കൂടും. വളരെ കാരണം ഈ ഞാൻ പറഞ്ഞത് ഇതിലൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ അതുപോലെ നോ യുവർ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ. നോ യുവർ ലാൻഡ്, നമ്മൾക്ക് ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോയി മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷൻ ചോദിക്കുക എന്താ ചെയ്യുന്നത്. അവർ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അവർ പറയും നാളെ മറ്റന്നാൾ വരും എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം, എത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് വരണം, നമുക്കൊരു പിടിയും കാണത്തില്ല ടിൽ വി ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി ലോക്കൽ ബോഡി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 6 ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഷേപ്പ് ഫയൽസ് നമ്മുടെ ഈ നോ യുവർ ലാൻഡ് ആപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്ന് എയർപോർട്ട് സോൺ, 2nd റെയിൽവേ സോൺ, 3rd ഹൈ ടെൻഷൻ സോൺ, 4th CRZ സോൺ, 5th ഇക്കോ സെൻസിറ്റീവ് സോൺ വയനാട് മാത്രം, 6th മാസ്റ്റർ പ്ലാൻ കോംപ്ലക്സസ് മാസ്റ്റർ പ്ലാൻ സോൺ. ഈ 6 സോൺ. ഇപ്പോൾ ഇനി കൂടുതൽ ഷേപ്പ് ഫയൽസ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ പാഡി, വെറ്റ് ലാൻഡ്, ഇതെല്ലാം കിട്ടുന്ന അനുസരിച്ച് അതും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ലാൻഡ് പോയി മേടിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ച് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു, ഈ ആപ്പും കൊണ്ടുവന്ന് 4 സൈഡിൽ നിന്ന് ചുറ്റി നടന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും എയർപോർട്ടിൻ്റെ അകത്താണോ വരുന്നത്, റെയിൽവേയുടെ അകത്താണ്, ആരുടെയൊക്കെ പെർമിഷൻ വേണ്ടി വരും, എത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് കെട്ടേണ്ടി വരും, വാട്ട് വിൽ ബി യുവർ സെറ്റ് ബാക്ക്, ഇതെല്ലാം കൃത്യമായിട്ട് പറയും. ഒരു മനുഷ്യൻ്റെയും ആവശ്യമില്ല അതിന്. അതാണ് ഈ ആപ്പിൻ്റെ ഒരു ഗുണം. ഇത് സെപ്പറേറ്റ് ആപ്പാണ്, K-Smartൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻറ്റാണ്. സെപ്പറേറ്റ് ആപ്പായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിൽ ബി സൂൺ ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ് വിത്ത് K-Smart. ഇതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ മറ്റൊന്നുകൂടി കണ്ട വിനിഷ, ഒരപേക്ഷയും കൊടുക്കാതെ നമുക്ക് ഈ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് പറയുന്നത്, കെട്ടിടം ലിങ്ക് ചെയ്താൽ മാത്രം മതി അല്ലേ? ആബ്സല്യൂട്ട്ലി. എല്ലാ കെട്ടിടങ്ങളും ഇപ്പം ഒരു 9 സർവീസസ് ആയിരുന്നു പണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഈ പ്രോപ്പർട്ടി ടാക്സുമായിട്ട് സംബന്ധപ്പെട്ട് 9 പ്രാവശ്യം 9 വിധത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടിയുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം 9 in 1 ആക്കി നമ്മൾ ഒറ്റയടിക്ക് ആ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഇതെല്ലാം ചേർത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഹിസ്റ്ററി, നമ്മൾ എൻക്യുംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുമല്ലോ, നമ്മുടെ ലാൻഡ് നിലം ആരുടെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ. അതേപോലെ ഈ ബിൽഡിംഗ് ആരാണ് ആദ്യമേ കിട്ടിയത്, പിന്നെ ആരാണ് ലീസിന് കൊടുത്തത്, പിന്നെ ആരാണ് റെൻറ്റിന് കൊടുത്തത്, ഈ കാര്യങ്ങളെല്ലാം ഒരു ഹിസ്റ്ററി ആയിട്ട് തന്നെ അതിൽ കിട്ടുന്നതായിരിക്കും. കൊള്ളാം. ഏതായാലും വളരെ വളരെ വലിയ മാറ്റമാണ്, ഗംഭീരമാണ്. ഇത് മാത്രമല്ല, ഇത്തരം പബ്ലിക് സർവീസ് അല്ലാതെ ഇപ്പോൾ കരാറുകാർ, സപ്ലയേഴ്സ്,
ഇവർക്ക് ഇവരുടെ പണം ലഭിക്കുന്നതിന് അവർ നൽകിയ സേവനത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന തുക ലഭിക്കുന്നതിനും ഈ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട എൻ്റെ ബില്ലൊന്ന് എന്ന് മാറിത്തരും സാറേ എന്ന് ചോദിക്കുന്ന ഒരു നമ്മുടെ വെള്ളാനകളുടെ നാടിൻ്റെ ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് പൂർണ്ണമായും മാറ്റുന്നതിനുള്ള ഒരു ഏർപ്പാടും ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി. ഒരു ഇൻ്റർഫേസ് വരുമ്പോഴാണ് നമ്മൾ ഈ കറപ്ഷനൊക്കെ വരുന്നത്. ആ ഇൻ്റർഫേസിനെ കംപ്ലീറ്റ്ലി മാറ്റണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിർബന്ധം. അപ്പം ആ ഇൻ്റർഫേസ് കംപ്ലീറ്റ്ലി കോൺട്രാക്ടറിനും ഒരു സ്മാർട്ട് പേയ്മെൻറ്റ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദ മൊമെൻറ്റ് സെക്രട്ടറി അപ്രൂവ്സ്, ആ പേയ്മെൻറ്റ് അപ്രൂവ് നേരെ ഫണ്ട് ഉണ്ടെങ്കിൽ നേരെ ആ കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. കോൺട്രാക്ടർ ഒരിക്കലും ഇതിനുവേണ്ടി ആ ഓഫീസിൽ വരേണ്ട ഒരു കാര്യമില്ല, ഫോൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ ഇതൊരു വളരെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് കറപ്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്, ഈ കോൺട്രാക്ട് സിസ്റ്റത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഇഫ് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് ഹാപ്പനിങ് വിൽ ഹാവ് ടു സീ. പക്ഷേ ആസ് ഓഫ് നൗ വി ആർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് പണം ഉണ്ടെങ്കിൽ നേരെ അക്കൗണ്ടിലേക്ക് പോകാം. സ്മാർട്ട് പേയ്മെൻറ്റ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ POS സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻസൊക്കെ എല്ലാ ബാങ്ക്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത്, എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേസായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മളിപ്പം ആയിരക്കണക്കിന് മെഷീൻസാണ് അവൈലബിൾ. പ്രോപ്പർട്ടി ടാക്സും അതിൽ കളക്ട് ചെയ്യാം. പേയ്മെൻറ്റ്സ് ആണ്, കോൺട്രാക്ടർ പേയ്മെൻറ്റ് ഇസ് വെരി ഐ എം സോ ഹാപ്പി ശരത് ദാറ്റ് യു ആർ ആസ്കിങ് ദിസ്, ബിക്കോസ് ഇതൊരു ബിഗ് ഇന്നോവേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻ അഡീഷൻ ടു ഓൾ ദറ്റ് വി ആർ ഡൺ, ഞങ്ങളുടെ ടീം ചെയ്തിരിക്കുന്നത് വളരെ ഒരു ബിഗ് സർവീസ് ടു ദി കോൺട്രാക്ടർ കമ്മ്യൂണിറ്റി എന്ന് വേണേൽ പറയാം. അതെ, അവരും ഈ പറഞ്ഞതുപോലെ പബ്ലിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ജോലി ചെയ്ത ശേഷം പണത്തിന് വേണ്ടി കയറി ഇറങ്ങി നടക്കുക, പ്രൊവൈഡ് ഈ ഫണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പത്തിലാക്കിയാൽ അത് നല്ല കാര്യമാണ്. ഒരു കാര്യം കൂടി, അതായത് ഈ വർഷങ്ങൾ പഴക്കമുള്ള ജനന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലോ ഇങ്ങനെ കടുപ്പം പിടിച്ച സാധനങ്ങൾക്ക് ഒരുപാട് ചിന്തകളുണ്ടല്ലോ, അതിന് ഓപ്ഷൻ വല്ലതും ഉണ്ടോ? കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് പണ്ടുണ്ടെങ്കിൽ അതിപ്പോഴും അവൈലബിൾ ആണ്. 1945 ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബർത്ത് എല്ലാ സർട്ടിഫിക്കറ്റ്സും, അതാണ് ഞാൻ പറഞ്ഞ പാസ്റ്റ് ഡേറ്റ PD എന്ന് പറയും. ഈ ഏറ്റവും ഞങ്ങളെ അലട്ടുന്ന ഒരു കാര്യം ഈ പാസ്റ്റ് ഡേറ്റ പുതിയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പാസ്റ്റ് ഡേറ്റ അതിൻ്റെ ടേബിൾസൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. പേര് ഇംഗ്ലീഷിലായിരിക്കും, ചിലപ്പം അഡ്രസ്സ് മലയാളത്തിലായിരിക്കും. ഇങ്ങനെ കുറേ ഇഷ്യൂസും ഉണ്ട്. അതെല്ലാം പരിഹരിച്ചാണ് നമ്മൾ പാസ്റ്റ് ഡേറ്റ ഇങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ഫയൽസ്, ലക്ഷക്കണക്കിന് ഇങ്ങനത്തെ ഡേറ്റയാണ് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നത് ഓവർ എ പീരീഡ് ഓഫ് ലാസ്റ്റ് 1 month. ഞങ്ങളുടെ ടീമിനെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. ബിക്കോസ് ഒരു അമേസിങ് ടീമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആങ്സൈറ്റി ആൻഡ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സംടൈംസ് ഇത് പൊട്ടിപ്പോവും, സോഫ്റ്റ്വെയർ പൊട്ടിപ്പോവും. പിന്നെ നമ്മളത് റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഒരു കുറച്ച് ഡിഫിക്കൽട്ടി വന്നു. സോ വി ഹാവ് ലേൺ ഫ്രം ദോസ് മിസ്റ്റേക്സ്. നന്നായിട്ട് എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡേറ്റ അവൈലബിൾ ആണ്. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമുക്കൊരു ലെഗസി ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വേറൊരു സോഫ്റ്റ്വെയറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സെക്രട്ടറി ഡിജിറ്റലി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ K-സ്മാർട്ടിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഏതായാലും പ്രിയയുടെ സംശയമായിരുന്നു നേരത്തെ, പഴക്കം ചെന്ന ജനന സർട്ടിഫിക്കറ്റുകൾ കിട്ടുമോ എന്ന ചോദ്യം. അതിന് പരിഹാരമായിട്ടുണ്ട്, കിട്ടും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ K-സ്മാർട്ടിൽ കയറി പരീക്ഷിച്ചോളൂ. താങ്കൾക്ക് നല്ലൊരു കോംപ്ലിമെൻ്റ് ഉണ്ട് കേട്ടോ, കോംപ്ലിമെൻ്റ് ഉണ്ട്. ചാക്കോ പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ക്ഷമയോടെ കൃത്യമായി മറുപടി നൽകുന്നു എന്ന വലിയ കോംപ്ലിമെൻ്റാണ് ഡോക്ടർ സന്തോഷ് ബാബുവിനെ കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്. കാരണം നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, വലിയ ആകാംക്ഷയുണ്ട് ഇത് ഓരോന്നും. അപ്പോൾ അതറിയുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ താങ്കൾ വളരെ ലളിതമായി, വളരെ ക്ലാരിറ്റിയോടെ മറുപടി നൽകുന്നുള്ള നല്ല കോംപ്ലിമെന്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, K-ഫോണിൻ്റെ MD കൂടിയാണ് ഞാൻ. അപ്പം നമ്മളിപ്പം ഓൾമോസ്റ്റ് 1 ലക്ഷം കണക്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഈ K-ഫോണും K-സ്മാർട്ടും എല്ലാം ജോയിൻ ചെയ്യുമ്പം ജനങ്ങളുടെ ലൈഫ് വളരെ വളരെ സിമ്പിളാകും. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒരിടത്തും വരേണ്ട കാര്യമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പരമാവധി 7 ദിവസം എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുന്നതിൽ നിന്ന് സെക്കൻഡ്സിനുള്ളിൽ കിട്ടുന്നു. കാരണം മിനി ചോദിച്ചിരിക്കുന്നു വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എത്ര ദിവസം കാത്തിരിക്കണം. എത്ര ദിവസം എന്നില്ലല്ലോ, സെക്കൻഡ്സ്, മിനിറ്റ്, നിമിഷങ്ങൾ. ക്ലിയർ ആയല്ലോ, അക്കാര്യവും ക്ലിയറായി. അതുപോലെ തന്നെ വളരെ വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാല ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംശയം വിവരാവകാശ അപേക്ഷ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ്. ഇത് വിവരാവകാശ അതിന് സെപ്പറേറ്റ് ഒരു സിസ്റ്റമാണുള്ളത്, ഇതുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ പറയുന്നത് ഇതെല്ലാം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മലയാളിക്ക് ഒരു ആപ്പ് മതി. ഈ പല സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴാണുള്ള ഡിഫിക്കൽട്ടീസ്. ആക്ച്വലി K-സ്മാർട്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൊണ്ടുവരാം. നമ്മളൊരു ബ്രിട്ടീഷ് ടൈംസിലൊരു ഫയൽ സെൻട്രിക് സിസ്റ്റമായിരുന്നു, അത് മാറി ഇപ്പോൾ ഒരു ഡേറ്റ സെൻട്രിക് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകേണ്ടത് ഒരു ഹ്യൂമൻ സെൻട്രിക് ഗവർണൻസിലേക്കാണ്. അതായത് ഞാനൊരു മനുഷ്യനാണ്, ഞാൻ രാവിലെ എടുത്ത് ഫേസ്ബുക്ക് നോക്കുന്ന ലാഘവത്തോടെ
നോക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്, ഞാൻ ചെയ്ത കാര്യങ്ങളുടെ അപ്ഡേറ്റ്, ഞാൻ ചെയ്യേണ്ട പേയ്മെൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ടെക്നോളജി അത്രയ്ക്കും വളർന്നു കഴിഞ്ഞു, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ പീപ്പിൾ പ്രോസസ് ടെക്നോളജി എന്ന് പറയും. ടെക്നോളജിയാണ് ഈസി, പ്രോസസ്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് മാറ്റുന്നതാണ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിലേക്ക് സംയോജിച്ച് വരുമ്പോൾ നമുക്ക് അത് വിദൂരമല്ല, നമുക്ക് എല്ലാം ഒറ്റ ആപ്പിലേക്ക് ജനങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, ഇൻക്ലൂഡിങ് ഈ വിവരാവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, എക്സെട്ര. റൈറ്റ്. അതേ ചോദ്യം മോഹൻദാസ് അയ്യപ്പനും ചോദിച്ചിട്ടുണ്ട്. RTI ആഡഡ് സർവീസ് ആണോ എന്ന്. താങ്കളത് അതിന് നല്ല മറുപടി കൃത്യമായി പറഞ്ഞു. ഞാൻ ഇനി എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതു സ്ഥിതി വെച്ച് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു മാറ്റം അത് രാജ്യത്ത് തന്നെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണോ? മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാനുള്ള സാധ്യത എത്രമാത്രം? ഈ ഓൺലൈൻ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സർവീസിൽ നമ്മൾക്കപ്പുറം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും ഫാക്ടർ? പലതിലും നമ്മളാണ് ആദ്യം, യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? ഞാൻ തമിഴ്നാട് പ്രിൻസിപ്പൽ സെക്രട്ടറി IT ആയിരുന്നു 25 വർഷം. ഞാൻ VRS എടുത്ത ഒരു ഓഫീസറാണ്. അവിടെ പോലും ഇങ്ങനത്തെയൊന്നുമില്ല. കേരളത്തിൽ 904 സർവീസസാണ് ഓൺലൈൻ. അതിന് പഴയ ചീഫ് സെക്രട്ടറി VP ജോയ് സർ അതൊരു പുതിയ ഒരു പോർട്ടലിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഒരു പോർട്ടൽ കയറിയാലും നമുക്ക് പല വെബ്സൈറ്റ്സിൽ കയറേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഒറ്റ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കേരളം പോലെ ഇപ്പോൾ ഒരു സ്റ്റേറ്റും ഇല്ല, 1-2 സർവീസസ്. പക്ഷേ ഇതിൽ പോയിന്റ് ഈസ് നമ്മൾ ഈ IT ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഐദർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ഈ രണ്ടും കൂടെ ഒരു സംയോജിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കുറച്ച് ഓൺലൈനും കുറച്ച് ഓഫ്ലൈനും. അതും ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എൻഡ് ടു എൻഡ് ഓൺലൈനാണ്. അത് കേരളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. വി ആർ എക്സെപ്ഷണലി അഹെഡ് ഓഫ് അതർ സ്റ്റേറ്റ്സ്. വേറെ ഒരു സ്റ്റേറ്റും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ കർണാടക, പല സ്റ്റേറ്റ്സും, അസാം, ഓരോ സ്റ്റേറ്റും നമ്മുടെ ഇപ്പം ഈ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഓൾസോ ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. K-Smartനെ നാഷണൽ പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ഇത് റീഇൻവെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്ത സാധനമാണ്. ഓരോ സ്റ്റേറ്റും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വളരെ ചീപ്പായിട്ടും ചെയ്തതാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ മധ്യപ്രദേശ് അവർ ഒരു 3 മോഡ്യൂളിന് L1 97 കോടിയായിരുന്നു. ഞങ്ങളിവിടെ ആക്ച്വലി 30 കോടി എന്നാണ് ചിലവാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. എല്ലാ സ്റ്റേറ്റ്സ് ക്യാൻ അഡോപ്റ്റഡ്. ലേറ്റസ്റ്റ് ടെക്നോളജീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ നൗഫലാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. ഹി ഹാസ് ബീൻ എക്സെപ്ഷണലി വണ്ടർഫുൾ. ഞങ്ങളുടെ ഓൺ ടീം ഉണ്ടായിരുന്നു. ഔട്ട്സൈഡിൽ നിന്ന് ആൾക്കാരെ നമ്മൾ അകത്തെടുത്തത് 100% ഇൻഹൗസ് ഡെവലപ്പ് ചെയ്തതാണ്. നമ്മുടെ ഡൊമെയിനും ഒക്കെ നമ്മുടെ തദ്ദേശത്തിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പീപ്പിളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിസ്ഡം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഹാസ് ഗോൺ ഇൻ ടു ദിസ് ഡെവലപ്മെൻറ്റ്. മറ്റ് സ്റ്റേറ്റ്സും ഒന്നും ഇതിൻ്റെ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് അത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. നമുക്കൊരു അതിനൊരു ഇൻഫർമേഷൻ കേരള മിഷൻ ഒരു വരുമാനം കൂടിയാകാം. റൈറ്റ്. ഏതായാലും K-Phone MD ആണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടുകൂടിയും അല്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ്. രജീഷ് ചോദിക്കുന്ന ഒരു കാര്യം, സർ K-Phone റീചാർജ് ചെയ്യാൻ K-Phone ആപ്പിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. അത് മറ്റ് UPI ആപ്പുകളിൽ കൊണ്ടുവന്ന് കുത്ത് റീചാർജ് ചെയ്യാൻ അതിൻ്റെ ഐ അഗ്രി വിത്ത് പ്രേക്ഷകൻ്റെ ക്വസ്റ്റ്യൻ. ശരിയാണ്. എൻ്റെ K-Phone ആപ്പിൽ നമുക്ക് 2 പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്. IKEM-ൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്, SBIയുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്. സോ അതിപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മറ്റതും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും സൂൺ. ഒരു എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ ആപ്പ് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. എൻ്റെ K-Phone ആപ്പ് ഇപ്പോൾ ഉണ്ട്. അതിന് നല്ല രീതിയിൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. യെസ്, അതിലും മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. IAS-ൽ നിന്ന് VRS ഒക്കെ എടുത്ത് മാറി നിന്നിട്ട് കേരളത്തിൽ നാട്ടിലേക്ക് വന്ന് ഈ ഒരു മിഷനിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്, അനുഭവം എന്താണ്, അതുകൂടി. എന്നെ വിളിച്ചത് ഓണറബിൾ ചീഫ് മിനിസ്റ്ററാണ്. അപ്പം അതൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ നന്ദൻ നീലക്കേനി ടീമിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പം മേ ബി എൻ്റെ IT സ്കിൽസും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്. പക്ഷേ ഇറ്റ്സ് ബീൻ അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ കേരള. ഇവിടെ വളരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ ക്ലീൻ ഗവേണൻസ് ആണ്. അതിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഭാഗ്യം തന്നെ എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണുള്ളൂ. നാട്ടിൽ ഇങ്ങനെ വേണം, നാട് എന്തുകൊണ്ട് സിംഗപ്പൂർ പോലെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്ത വരും. അപ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ എഫേർട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇൻ്റർനെറ്റ് ഇസ് എ ബേസിക് റൈറ്റ് എന്നൊക്കെ ലോകത്തിലെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയാണ്. വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് ദ ഗവൺമെൻറ് ഓഫ് കേരള. എക്സ്ട്രീംലി ക്ലീൻ ആണ്. ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം അമേസിംഗ് ആണ്. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഫയലും കൂടെ മൂവ് ആകുകയാണെങ്കിൽ നമുക്കൊരു വളരെ സ്പീഡിൽ
കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനത്തെ IT ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ടൂൾസ് വരുമ്പോൾ തിങ്സ് വിൽ ബിക്കം വെരി ഫാസ്റ്റ്. ഞാൻ ഈ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ, വിശേഷിച്ച് IAS ഉദ്യോഗസ്ഥരുടെയൊക്കെ കേരളത്തെക്കുറിച്ചുള്ളൊരു മനോഭാവം, കേരളത്തിൻ്റെ മാറ്റത്തെ എങ്ങനെ കാണുന്നു എന്നറിയാൻ, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള താങ്കളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെ കാണുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന അവകാശമായി പ്രഖ്യാപിച്ചാണ് താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനം. അതുപോലെ ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റലി വളരുമ്പോഴും ഡിജിറ്റൽ ഡിവൈഡ് ഒരു വലിയ പ്രശ്നമാണ്. അത് ഒഴിവാക്കുന്നിടത്താണ് നമ്മൾ K-ഫോണിലേക്ക് പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്താകമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ച നാടാണ് നമ്മുടേത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ സർവീസുകൾ അതിവേഗം ആളുകൾക്ക് കിട്ടാവുന്ന തരത്തിൽ ഓഫീസുകളിൽ പോയി നിന്ന് മെനക്കെടേണ്ടാത്ത വിധത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പോൾ ഇതിൽ താങ്കളുടെ സുഹൃത്തുക്കളടക്കമുള്ള IAS കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു കേരളത്തെക്കുറിച്ചുള്ള പെർസെപ്ഷൻ എന്താണ് എന്നാണ് ചോദിക്കാനുള്ളത്. അതിലൊരു ലാസ്റ്റ് കമൻറ്റ് ഒരു പ്രവാസിയായ ഒരാൾ എഴുതി, ബിജു എഴുതുന്നു, സർ ഞാനൊരു പ്രവാസിയാണ്, എന്നാൽ ഇവിടെ ഉള്ളതിനേക്കാളും, എവിടെയാണോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ എൻ്റെ നാട് മാറിയിരിക്കുന്നു, അഭിമാനത്തോടെ അഭിനന്ദനങ്ങൾ എന്നാണ് ആ പ്രവാസി ബിജു എഴുതുന്നത്. ഞാനത് താങ്കളിലൂടെ സർക്കാരിന് നൽകുന്നൊരു കോംപ്ലിമെൻറ്റ് തന്നെയാണ്, താങ്കളുടെ ടീമിന് നൽകുന്നൊരു കോംപ്ലിമെൻറ്റാണ്, തദ്ദേശ ഭരണ വകുപ്പിന് നൽകുന്നൊരു കോംപ്ലിമെൻറ്റാണ്. ഞാൻ മുമ്പ് ചോദിച്ച കാര്യം, IAS കമ്മ്യൂണിറ്റി എന്താണ് കേരളത്തെ എങ്ങനെ കാണുന്നത്? ഇവിടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന ഓണറബിൾ ചീഫ് മിനിസ്റ്ററാണ്. സോ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ സ്ട്രെയിറ്റ് അവേ ഈ റിഫോംസിൽ ആണല്ലോ, ഇപ്പം ടെക്നോളജി എന്ന് പറയുമ്പോൾ റിഫോംസ് ആണ്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഇപ്പം IKM മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇത് നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ 904 സർവീസസ് ഓൺലൈനായിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. സോ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ അവർ ചോദിക്കുന്നത്, ഇപ്പം എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജസും കോൾസും ഒക്കെ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വന്ന് കാണട്ടെ, എന്താണ് നിങ്ങൾ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നത്. ഈവൻ വിയറ്റ്നാം, ഫിലിപ്പീൻസിൽ നിന്ന് വരെ ഒരു ക്വിൻസോ എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി വരെ ഒരു 2 hours ഇൻറ്ററാക്ട് ചെയ്തു. അങ്ങനെ ദ മെസ്സേജ് ഇസ് ഗോയിങ് ഔട്ട്. കേരളം ഒരു എക്സെപ്ഷണൽ സ്റ്റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം പല വിധത്തിലും. ഇപ്പം IT ഡ്രിവൻ സ്റ്റേറ്റ് ആണെന്ന് താങ്കൾ പറഞ്ഞ പോലെ DUK അങ്ങനത്തെ ഇപ്പം IT ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ഓർഗനൈസേഷൻ, സ്റ്റാർട്ടപ്പ് മിഷൻ എക്സെപ്ഷണൽ സ്റ്റാർട്ടപ്പ് മിഷനാണ്, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആണ്. അതേപോലെ ICFOSS, ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഓർഗനൈസേഷനുള്ള ഭയങ്കരമായിട്ട് ചെയ്യുന്ന ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ്. അതേപോലെ സീഡിറ്റ് സ്തുത്യർഹമായിട്ടുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ IT പാർക്സ് എല്ലാം. അതേപോലെ ഞാൻ ഹെഡ് ചെയ്യുന്ന KSITL, ഞാൻ KSITL 2200 കോടിയുടെ വർക്ക്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ IT മിഷൻ, കേരള IT മിഷൻ, ഇതെല്ലാം എക്സെപ്ഷണൽ ഓർഗനൈസേഷൻസ് ആണ്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള IAS ഓഫീസേഴ്സാണ് ഇവിടെ ഹെഡ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി വി ആർ എ കട്ട് അബോവ് ദ റെസ്റ്റ് എന്ന് പറയാം. മറ്റ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യും. ഞാൻ തമിഴ്നാട് വർക്ക് ചെയ്തുകൊണ്ട് പറയാണ്, ഐ നോ ദി ഡിഫറൻസ്. പക്ഷേ അവിടെ കുറച്ചും കൂടെ ഇൻ എ സെൻസ് ഫയൽ മൂവ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടെ ഫാസ്റ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രോസസ്സ് വളരെ ക്ലീനാണ്, ക്ലിയർ ആണ്. അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം ഫോർ എനിബഡി. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് തിങ്സ് ആണ് കേരളത്തിന്. സോ കേരള ഈസ് ബീങ് ഡ്രിവൻ. ഇതൊരു സ്റ്റേറ്റായി മാറും, ഒരു സംശയം വേണ്ട. നമ്മളെല്ലാം വി ആർ ഓൾ പുട്ടിങ് ഇൻ അവർ എഫേർട്സ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിദൂരമല്ല, വെൻ ഓൾ ഗവൺമെൻറ് സർവീസസ്, എൻറ്റയർ ഗവൺമെൻറ് ഓഫ് കേരള ഒരു മൊബൈൽ ഫോണിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സർവീസസ് കൊണ്ടുവരുന്നത് അത് വിദൂരമല്ല. ഇന്ന് APIയുടെ കാലമാണ്, ആപ്ലിക്കേഷൻ പ്രോസസ് ഇൻ്റർഫേസ്. ഏത് ആപ്ലിക്കേഷൻ, ഏത് വെണ്ടറായാലും, ഏത് വർഷം ക്രിയേറ്റ് ചെയ്താലും ഇതിനെല്ലാം നമുക്ക് ഒന്നിലേക്ക് സംയോജിപ്പിക്കാൻ പറ്റും, ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺ. സോ സിറ്റിസനാണ് കിങ്, സിറ്റിസൺ ആണ് എംപവർ ചെയ്യേണ്ടത്. സിറ്റിസൻ്റെ സമയമാണ് വേസ്റ്റ് ആക്കാൻ പാടില്ലാത്തതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. അതിലൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ K-സ്മാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസിനെ കുറിച്ച് സാർ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഇനി അടുത്ത ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന സർവീസസ് ഒക്കെ ഏതാണ്, അതിൽ ബക്കറ്റ് ലിസ്റ്റിൽ പ്രയോറിറ്റി എന്തിനാണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. നമ്മുടെ തദ്ദേശത്തിലാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ മീറ്റിംഗ്സ് നടക്കുന്നത്. വിനിഷ, മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ കൗൺസിൽ മീറ്റിംഗ്സ് നടക്കുന്നത്, പഞ്ചായത്ത് കൗൺസിൽ മീറ്റിംഗ്, വാർഡ് കൗൺസിൽ മീറ്റിംഗ്, അങ്ങനെ പല മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അത് സുലേഖ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി സംയോജിപ്പിച്ചാണ് നമ്മുടെ പ്ലാനൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പ്ലാൻ എല്ലാം അപ്രൂവ് ചെയ്ത്, കൗൺസിൽസ് എല്ലാം അപ്രൂവ് ചെയ്ത് നേരെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ മറ്റേ DCC മീറ്റിങ്ങിൽ പോകും, അവിടെ ചെയ്യണം. അപ്പോൾ സുലേഖ വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വളരെ 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 വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് സുലേഖ അണ്ടർ ഡെവലപ്മെൻറ്റാണ്. ഞങ്ങളൊരു 2 months ആണ് പ്രതീക്ഷിക്കുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മീറ്റിംഗ് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യങ്ങളും ഓഫ് ദി പ്ലാൻ പ്രിപ്പറേഷൻ പ്രോസസ്സ്, അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ വരെ എൻഡ് ടു എൻഡ് ആക്കുന്ന ഒരു പ്രോസസ്സിൽ ഞങ്ങളുടെ ടീം ഇരിക്കുകയാണ്.
അപ്പോൾ അതൊരു ആ ബക്കറ്റ് ലിസ്റ്റിൽ അത് ഒന്നാണ്. പിന്നെ ഉള്ളത് പെൻഷൻസ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഇപ്പോൾ ഞാനാണ് പെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ടീമാണ്. നമ്മൾ ഓൾമോസ്റ്റ് 60 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. ഇതിൽ വെറും 6 ലക്ഷം പേർക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 500 രൂപ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ 1100 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മന്ത്ലി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എഗെയിൻ ഒരു ലെഗസി. അപ്പോൾ ഇൻഫർമേഷൻ കേരള മിഷൻ നമുക്ക് 999 പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോകം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇൻഫർമേഷൻ കേരള മിഷനും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. സകർമ്മ, സചിത്ര, സേവന, സഞ്ജയ എന്ന് പറഞ്ഞ എസ് സീരീസ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അമേസിങ് വർക്കാണ് ആ സമയത്ത് നടന്നിരിക്കുന്നത് 999 മുതൽ. അതിനെ നമ്മൾ ചെയ്ത് വന്ന് ഒരു പ്ലാറ്റ്ഫോം അപ്രോച്ചിൽ വേണമെന്ന് 2018 ILGMS കൊണ്ടുവന്നു. അപ്പോൾ ഇതിലെ കുറേ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അസറ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഈ റോഡ് ഇടുന്നു, ആ റോഡിന് നീളം എത്രയാണ്, റോഡിൻ്റെ വീതി എത്രയാണ്, കോൺട്രാക്ടറിൻ്റെ പേരെന്താണ്, എന്തൊക്കെയാണ് ഇൻപുട്സ് പോയിരിക്കുന്നത്, അത് അസറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിലാണ്. സകർമ്മ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വിട്ടുപോയ 1-2 കാര്യങ്ങൾ ഈ സമയത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് തദ്ദേശത്തിൻ്റെ എല്ലാ ആസ്പെക്ട് ഓഫ് ഗവർണൻസും വിൽ ബി ടേക്കൻ കെയർ ഓഫ് ബൈ കെ സ്മാർട്ട് ഇൻ ദ നെക്സ്റ്റ് 2 or 3 months. ഏതായാലും ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇതെല്ലാം സംയോജിപ്പിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ്, നേരത്തെ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റായി, രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ മികച്ച സ്റ്റേറ്റായി കേരളത്തെ അങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷവും അഭിമാനവുമാണ് നമ്മൾ ഈ സംസാരിച്ച നേരം കൊണ്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അത് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് വലിയ തോതിൽ നൽകാനുമായത്. ഒരുപാട് സന്തോഷം. താങ്ക് യു ഡോക്ടർ സന്തോഷ്. താങ്ക് യു ശരത് ആൻഡ് വിനിഷ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്.